നമസ്കാരം. പ്രധാന വാർത്തകൾ. കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല തുറന്നു. മേൽശാന്തി എൻ ദാമോദരം പോറ്റി നട തുറന്ന് ദീപം തെളിച്ചു. സ്വർണ്ണവിലയിൽ മുന്നേറ്റം തുടരുന്നു. പവന് 400 രൂപ ഉയർന്ന് 23,040 രൂപയായി. വാർത്തകൾ വിശദമായി. ചിങ്ങം 1 കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ കർഷക ദിനാചരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ആദരിക്കപ്പെടുന്ന ബഹുമാന്യരായ കർഷകർ, മറ്റു പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കാഞ്ഞങ്ങാട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ചിങ്ങം 1 കർഷക ദിനമായി വിപുലമായി ഇവിടെ ആഘോഷിക്കുകയാണ്. ചിങ്ങം 1-ൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഇന്ന് കർഷക ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും വിഷമയം ചേർന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്ത് ഇവിടെയുള്ള ജനങ്ങൾ അത് കഴിച്ച് നിത്യരോഗികളായി മാറുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇതിൽ നിന്നും ഒരു മാറ്റം ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നാം ആഗ്രഹിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ തന്നെ അന്നന്നത്തെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ആർജവം നാം ഓരോരുത്തരും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ല ജൈവ ജില്ലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാസവസ്തുക്കൾ കൊണ്ടും കീടനാശിനികളെ കൊണ്ടും വിഷം കലർന്ന പച്ചക്കറി അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മിൽ നിന്നും ഇനിയെങ്കിലും അന്യം നിന്ന് പോകും എന്ന് നാം വിശ്വസിക്കാം നമുക്ക്. അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ അവരുടെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് കാർഷിക വൃത്തിയിലേർപ്പെട്ടിരുന്ന ബഹുമാന്യരായ കാർഷിക വൃത്തിയിലേർപ്പെട്ടിരുന്ന ആളുകളെ ആദരിക്കുക എന്ന ഒരു ചടങ്ങ് നമ്മൾ ഇന്നിവിടെ നടത്തുകയാണ്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടി അധ്യക്ഷത വഹിച്ചു. ഇങ്ങനെ പ്രതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വരൾച്ചയുമെല്ലാം ഉണ്ടായതിൻ്റെ പരമായ സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന കർഷകർ വളരെയധികം ദുരിതങ്ങളും കഷ്ടപ്പാടും അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് വേണം നമുക്ക് ഈ കേരളത്തിലെ കാർഷിക മേഖലയുടെ പുത്തനുണർവിന് വേണ്ടി പ്രയത്നിക്കാൻ. നമുക്കറിയാം, ഒട്ടനവധി ആളുകൾ ജനിച്ച കാലം മുതൽ ഇന്നുവരെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യോത്പാദന രംഗത്ത് ആവശ്യമായ പുരോഗതി കൈവരിക്കുന്നതിനും ഈ സംസ്ഥാനത്തിൻ്റെ സാധാരണക്കാരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനത്തിൽ അക്ഷീണമായി പ്രയത്നിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാഞ്ഞങ്ങാട് നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശോഭ സ്വാഗതവും കൃഷി ഫീൽഡ് ഓഫീസർ തങ്കമണി നന്ദിയും പറഞ്ഞു. തുടർന്ന് മികച്ച കർഷകരെ പൊന്നാടയണിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കാസർഗോഡ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ജൈവ കൃഷി വികസന പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. ടി കുഞ്ഞികൃഷ്ണൻ, സുലൈഖായൽ, ടി അബൂബക്കർ ഹാജി, സി ജാനകിക്കുട്ടി, ടി വി ശൈലജ, അഡ്വക്കേറ്റ് എൻ എ ഖാലിദ്, എച്ച് ആർ ശ്രീധരൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേശ്വരിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എൻ ദാമോദരം പോറ്റി നട തുറന്ന് ദീപം തെളിച്ചു. ഭസ്മാഭിഷിക്തനായ അയ്യപ്പനെ കണ്ടുതൊഴാൻ വൻ ഭക്തജനത്തിരക്കാണ് വെള്ളിയാഴ്ച വൈകിട്ട് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മല കയറിയ ഭക്തരിൽ ഭൂരിഭാഗവും പുതുവർഷ പുലരിയിൽ ഭഗവാനെ കണ്ടുതൊഴാൻ സന്നിധാനത്ത് തങ്ങുകയാണ്. കനത്ത മഴയും മൂടൽമഞ്ഞും അവഗണിച്ചാണ് പതിനായിരങ്ങൾ മല കയറി എത്തിയത്. ശനിയാഴ്ച മുതൽ സന്നിധാനത്ത് നെയ്യഭിഷേകം, സഹസ്ര കലശാഭിഷേകം, കളഭാഭിഷേകം, ലക്ഷാർച്ചന, പടിപൂജ എന്നിവ നടക്കും. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നടയടയ്ക്കും. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുന്നത് കൃത്യമായ നടപടിക്രമങ്ങൾ അനുസരിച്ചാണെന്ന് അഡീഷണൽ DGP എ ഹേമചന്ദ്രൻ. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് 6 DYSPമാരെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. തനിക്ക് കേസുകളുടെ ഏകോപന ചുമതലയാണുള്ളത്. ഇക്കാര്യം കോടതിയിൽ ഹാജരാക്കിയ രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 കേസുകളിൽ ഇക്കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുവെന്ന കോടതി പരാമർശത്തെ ഗൗരവമായി എടുക്കുന്നു.
ഇക്കാര്യം അടിയന്തരമായി പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തുമെന്നും ADGP വ്യക്തമാക്കി. കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരശ്ശീലയ്ക്ക് പിന്നിലാണോ എന്ന് ഹൈക്കോടതി ഇന്നലെ വിമർശിച്ചിരുന്നു. ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ ADGP അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. സ്വർണ്ണവിലയിൽ മുന്നേറ്റം തുടരുന്നു. പവന് 400 രൂപ ഉയർന്ന് 23,040 രൂപയായി. ഗ്രാമിന് 50 രൂപയാണ് ഒറ്റയടിക്ക് ഉയർന്നത്. ഇതോടെ വില 2,080 രൂപയിലെത്തി. ഒരാഴ്ച കൊണ്ട് 1,720 രൂപയുടെ വർധനവാണ് പവൻ വിലയിലുണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ച 21,320 രൂപയായിരുന്നു പവൻ വില. അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവിന് പുറമെ ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ ഉയർത്തിയതും വില കൂടാൻ കാരണമായി. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് സ്വർണ്ണത്തിന് $11.10 വർദ്ധിച്ച് $1,377.20 ഇനിയൊരു ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. ഹായ് അരുൺ. ഹായ്. മിക്ക ജ്വല്ലറികളിലും 2-3% പണിക്കൂലി. അങ്ങനെയാകുമ്പോ ആഭരണങ്ങൾക്ക് മാറ്റു കുറയില്ലേ? നീ ഇത് പറയാൻ കാരണം? എന്റെ സിസ്റ്ററുടെ കല്യാണമാ. ആഭരണങ്ങൾ എവിടുന്ന് എടുക്കണമെന്ന് കൺഫ്യൂഷൻ. നിന്റെ പപ്പ ഗോൾഡ് സ്മിത്ത് അല്ലേ? അവരോട് ചോദിക്കാം. അടിപൊളി ഫോണാണല്ലോ. എന്റെ പപ്പയ്ക്ക് നല്ല കൂലി കിട്ടുന്നു. ഫോണിന് റേഞ്ച് ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവിടെ ഏതാ കോയിൻ ബോക്സ്? വാ വിളിക്കാം. എന്നാ വാ. സ്വർണത്തിന്റെ പ്യൂരിറ്റി വാക്കിലോ വരികളിലോ അല്ല, അത് ഞങ്ങൾ നൽകുന്ന സ്വർണത്തിൽ തന്നെയാണ്. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, കാഞ്ഞങ്ങാട്. കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല തുറന്നു. മേൽശാന്തി N. ദാമോദരം പോറ്റി നട തുറന്ന് ദീപം തെളിച്ചു. സ്വർണ്ണവിലയിൽ മുന്നേറ്റം തുടരുന്നു. പവന് 400 രൂപ ഉയർന്ന് 23,040 രൂപയായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.